നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത ചില സ്ഥലങ്ങളുണ്ട്. കുറച്ചു നേരം അവിടെ പോയിരുന്നാൽ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും തിരക്കുകളും ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിപ്പോകും. കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ ഇടമുണ്ട്, കരിയത്തുംപാറ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. കോഴിക്കോടിൻ്റെ മണ്ണിൽ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കപ്പിൾസിനും എല്ലാവർക്കും വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. കോഴിക്കോടിൻ്റെ തന്നെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ കരിയത്തുംപാറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഇവിടെ 9 മണിയോടെയാണ് കേട്ടോ ഓപ്പൺ ആവുന്നത്. ഞാനൊരു 8:30 ഇവിടെ എത്തി. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് കയറിയത്. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കോഴിക്കോടിന്റെ ഭൂപടത്തിൽ പ്രകൃതി ഒളിപ്പിച്ച ഒരു സുന്ദരമായ ഇടം. കണ്ണെത്താ ദൂരത്തോളം പച്ചവിരിച്ച പുൽമേടുകളും അതിനിടയിൽ നിരനിരയായി നിൽക്കുന്ന മരങ്ങളും മലനിരകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കോടമഞ്ഞും ആ തണുത്ത കാറ്റും കൂടിയാകുമ്പോൾ നമ്മൾ ശരിക്കും മറ്റൊരു ലോകത്തെത്തിയ പോലെ തോന്നും. പിന്നെ ഇത് സീസൺ അല്ല ഗൈസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മാർച്ചൊക്കെ ആയതുകൊണ്ട് ചൂടാണ്. അപ്പോൾ മഴക്കാലത്ത് വന്നിട്ട് ആ കാര്യമുള്ളൂ. കാരണം അപ്പോഴാണ് ഈ പുല്ലൊക്കെ പിടിച്ച് കംപ്ലീറ്റ് ആയിട്ട് നല്ല പച്ച കളറായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു ഡ്രൈ ലാൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇത് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഫുള്ള് നടന്ന് കാണാം. കുഞ്ഞൊരു പുഴ കണ്ടോ. പുഴയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിപ്പോൾ ഒഴുകുന്ന പുഴയൊന്നും അല്ല. ഇതിങ്ങനെ സ്റ്റാഗ്നൻറ്റ് വാട്ടറാണിപ്പോൾ. പക്ഷേ ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർഷൻ കേട്ടോ. അതായത് ഇവിടെ കുറച്ചും കൂടെ ഒരു പച്ച പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ളത് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. നല്ല ലൈറ്റാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ പുറകിൽ ഒരു ഫോട്ടോഷൂട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു 3-4 ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അവർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കണം. ലൈക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കൊക്കെ 500 1000 റുപ്പീസൊക്കെയാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാർക്ക് 30 രൂപ മാത്രമേ ഉള്ളൂ. അല്ലാതെ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഭയങ്കര കൂടുതലാണ്. അതായത് പ്രൊഫഷണലി വീഡിയോ എടുക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ഗൈസ്. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. ഡാമിൽ വെള്ളമൊക്കെ തുറക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഇവിടെ വെള്ളമാണ്. ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നൈസായിട്ട് ക്രോസ് ചെയ്ത് പോകാം കേട്ടോ. എൻ്റെ കുഞ്ഞു പോർഷൻസ് ഉണ്ട് അവിടെ. കുറച്ച് വെള്ളങ്ങളായിട്ട് ആഴമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇറങ്ങാം. പിന്നെ നീന്തലറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ഇറങ്ങാം കേട്ടോ. പിന്നെ അവർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗാർഡ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം എന്നുള്ളത്. ചാടി വെള്ളത്തിലൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഉരുളൻ കല്ലുകളാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാനും അത്യാവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മേലെ എഴുവാനൊക്കെ പറ്റും കേട്ടോ. പക്ഷെ അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അവിടെ റോപ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊന്ന് അടുത്തേക്ക് പോയി കാണിക്കാം. ഇവിടെ റോപ്പ് കെട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ കുറച്ച് ചുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുഴിയും പിന്നെ വലിയ വലിയ കുഴികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടില്ല. അപ്പോൾ അത് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങോട്ടൊക്കെ സേഫാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇറങ്ങാം. ഇപ്പോൾ വെള്ളമില്ല, വെള്ളം വരുമ്പോഴായിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ബോർഡൊന്നും വെച്ചിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് വെള്ളമാണ്. ഇപ്പോൾ മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാമിൽ വെള്ളം തുറന്ന് വിടുന്ന സമയത്ത്, കക്കയം ഡാമിൽ വെള്ളം തുറന്ന് വിടുന്ന സമയം ഉണ്ടാവും. ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കിത് ക്രോസ് ചെയ്ത് പോകാം കേട്ടോ. ഇവിടെ കുറച്ച് ഫാമിലിയൊക്കെ നിൽപ്പുണ്ട്. ശരിക്കും ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയുള്ള മാസമാണ് ഇതിന്റെ സീസൺ. കോഴിക്കോട് നിന്ന് 45 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ബാലുശ്ശേരി വഴിയോ പേരാമ്പ്ര വഴിയോ ഒക്കെ നമുക്കിവിടെ എത്താം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളത്തിലിറങ്ങാൻ സൗകര്യമുള്ള ഇടമാണിത്. ഗൈസ്, ഞാൻ അവിടെ നിന്നാണ് കേട്ടോ വന്നത് നടന്ന്. എൻട്രൻസ് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടന്ന്
ഇതുവഴി ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പോർഷനിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ല തണലുള്ളൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും ഇവിടെ, ഓപ്പൺ ഏരിയയും കൂടെ ആവുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിലൊക്കെ വരുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. പക്ഷേ ഈ മരങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല തണലുമുണ്ട്, നല്ലൊരു തണുപ്പുമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. രാവിലെ ഇവിടെ പശുക്കളെ മേയാൻ കൊണ്ടിടും കേട്ടോ. അത് പശുക്കളെ മേയുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പുല്ലൊക്കെ കടിച്ച് പിന്നെ നമ്മുടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കുളിച്ച് തൊട്ടടുത്ത് കൊക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ലൈഫിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഞാനിതൊക്കെ എൻജോയ് ചെയ്ത് വരുന്നു ഗൈസ്. ഞാനും പഠിക്കുകയാണ് നമ്മളെ സിമ്പിൾ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, രാവിലെ കൊണ്ട് കെട്ടിയതാണ് കേട്ടോ. ആൾ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഹായ് കണ്ട, ഹായ് പറഞ്ഞു കണ്ട. കഴിച്ചോ ഹായ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂട് പിന്നെ ഈ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് അത് ഇറങ്ങി അവിടെയൊക്കെ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഇവിടെ എന്തായാലും റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അതുകൊണ്ട് വലിയ ഉപകാരം. വരുമ്പോഴത്തേക്കും എയർടെൽ സിമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ കരുതി വയ്ക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. ഇവിടെ വന്ന് ഗൂഗിൾ പേ എടുക്കുമ്പോഴത്തേക്കും ഗൂഗിൾ പേ ഒന്നും വർക്ക് ആകത്തില്ല, ഒരു കട്ട പോലും ഇല്ല എയർടെലിന്. എനിക്ക് തോന്നുന്നത് ജിയോ ആണ് ഇവിടെ കൂടുതൽ റേഞ്ച് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ ഗൈസ്. ദേ നോക്കിക്കേ, ആമ്പലാണെന്നാണ് തോന്നുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ, ഇങ്ങനെ പൂത്ത് കിടക്കണം. ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. എന്താ ഫ്രെയിം നോക്കിയേ, എന്താ വ്യൂ നോക്കിയേ, ആ മലയൊക്കെ നോക്കിയേ. നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡാമിന് വെള്ളം തുറന്നു വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ കേട്ടോ. പിന്നെ ഞാൻ പറയുന്ന കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, ഒരുപാട് മഴയുള്ള സമയത്തും ഒരുപാട് വെയിലുള്ള സമയത്തും വരാതിരിക്കുക. സീരിയസ് ആയിട്ട് കോഴിക്കോടുള്ള ആൾക്കാരെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട് കേട്ടോ. കാരണം കോഴിക്കോട് ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടാ നീ നീ വീഡിയോസ് റീച്ചാവും, അടിപൊളിയാവും. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ആ കുടയും പിടിച്ച് പോകുന്ന മനുഷ്യനെ കണ്ടില്ലേ, ആ മനുഷ്യൻ ലൈഫ് ഗാർഡാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് പുള്ളി എന്നോടത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു കേട്ടോ. ഭയങ്കര കാര്യമായിട്ട് കുറേ നേരമായി വീഡിയോ എടുക്കുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞു തന്നു. നല്ലൊരു മനുഷ്യൻ കേട്ടോ. വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ് വിളിച്ചതാണ്. ഞാൻ ഈ വീഡിയോയുടെ തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പം അങ്ങോട്ട് പോയതുള്ളൂ കേട്ടോ. എന്ത് നല്ല മനുഷ്യരാണ് കേട്ടോ. ഇത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോ ചെയ്യാനും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു ഊർജ്ജം കിട്ടുന്നത് കേട്ടോ. ഗൈസ് നീ കണ്ടോ ഈ വെള്ളം കണ്ടോ, വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇപ്പോൾ വെള്ളത്തിൽ കിടന്നാണ്. ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക, കാരണം നല്ലൊരു സ്പോട്ടാണ്. വെറുതെ നമ്മളതിനെ നശിപ്പിക്കരുത് കേട്ടോ. എന്തായാലും ഞാൻ വേസ്റ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കാൻ നോക്കുക. രാവിലെ മുതൽ 2 ചേച്ചിമാർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ടും ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമാണ്, ഇത്രയും ക്ലീൻ ആക്കാൻ നോക്കിയിട്ടും ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ പൊല്യൂട്ടഡായി കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഈ ബോട്ടിൽ നമ്മളിതേ വേസ്റ്റ് ബിന്നിൽ ഇടാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഈ സാധനം ഇതിൻ്റെ അകത്തേക്ക് ഉണ്ട്. വേറെ ആരോ കൊണ്ടിട്ടിരുന്നതാണ് ഗൈസ്. നമ്മളൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്, വളരെ മോശമാണ്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മളൊരിക്കലും നശിപ്പിക്കരുത് കേട്ടോ. ഇവിടെ ഒരു അടിപൊളി മരമുണ്ട് കേട്ടോ, ഇത് കണ്ടോ. നല്ല തണലുമുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ ജലാശയത്തിൽ ഇറങ്ങരുതെന്ന് കയറ് കെട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് അനുവാദമില്ല. കാരണം ഒരുപാട് ചിലപ്പോൾ താഴ്ച കാണും, അല്ലെങ്കിൽ കുഴി കാണും, ചുഴി കാണും, ഒക്കെ കാണും കേട്ടോ. അതുകൊണ്ടാണ് ഇറങ്ങരുതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ കാണുന്നതാണ് എൻട്രൻസ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ, അകത്തോട്ടൊന്നുമല്ല. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ആക്സസ് ചെയ്യാനൊക്കെ.
കോഴിക്കോടിൻ്റെ മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല പച്ച പുല്ലൊക്കെ കിളിർക്കുന്ന സമയത്ത് വന്ന് കാണണം കേട്ടോ. ലൊക്കേഷൻ വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് യാത്രയാവുകയാണ് ഗൈസ് അടുത്തൊരു ലൊക്കേഷനിലോട്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.